ഈ ദുനിയാവിൽ നിന്ന് ഉളുഹിയത്തറുക്കലോടുകൂടി ഒരു ലക്ഷറി വാഹനം നാളെ മഹ്ശറിൽ നിന്ന് സ്വർഗത്തിലെത്താൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുകയാണ്. നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ പറയാണ്, നല്ലൊരു കാർ ഇങ്ങക്കാണ്ട് സൗജന്യമായിട്ട് തരാൻ തന്നെ നിങ്ങൾ ആരെങ്കിലും പറയാം, എനിക്ക് വേണ്ട, ഡ്രൈവിംഗ് അറിയില്ല പറയാ, എല്ലാവരും പഠിക്കും ബൈക്കണമായിരി. അപ്പോൾ മഹാനാകുന്ന അഹ്മദ് ബിൻ ഇസ്ഹാഖ് എന്നവർ പറയുന്നുണ്ട്, എനിക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരൻ വളരെ ദരിദ്രനായിരുന്നു. പക്ഷേ സാമ്പത്തികമായി പുരോഗതി ഇല്ലാത്തയാളാണെങ്കിലും എത്ര ദാരിദ്ര്യമാണെങ്കിലും ഉള്ളതിൽ നിന്നുണ്ടാക്കിയിട്ടൊരു ഓരോ കൊല്ലവും ഓരോ ആടിനെ ഉളഹിയത്തറുക്കുമായിരുന്നു. ഓരോ കൊല്ലവും ഓരോ ആടിനെ ഉളഹിയത്തറുക്കുമായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട, ഭയങ്കര പ്രയാസമാണ്, ജീവിതത്തിലൊക്കെ പ്രതിസന്ധിയാണ്, എന്നാലും എങ്ങനെങ്കിലൊക്കെ മുക്കി തുറപ്പിച്ച് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, ഓരോ കൊല്ലവും അദ്ദേഹം ഒരു ആടിനെ ഉളഹിയത്തറുക്കും. എന്നിട്ടോ ആ ആടിനെ ഉളഹിയത്തറുക്കുന്ന ആ ശീലമുണ്ടായിരുന്ന അബൂ അഹ്മദ് ബിൻ ഇസ്ഹാഖ് തങ്ങളുടെ സഹോദരൻ ഒരു ദിവസം അതാ ഈ ലോകത്തോട് വിട പറയുകയാണ്. ബഹുമാനപ്പെട്ടവർ വഫാത്തായി മരണപ്പെട്ടു എന്ന് മാത്രമല്ല, അഹ്മദ് ബിൻ ഇസ്ഹാഖ് തങ്ങൾ പറയാണ്, എൻ്റെ മരണപ്പെട്ട സഹോദരനൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അള്ളാഹിനോട് ദുആ ചെയ്തു. ബഹുമാനപ്പെട്ടവർ മരിച്ചപ്പോൾ ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പടച്ച റബ്ബിൻ്റെ ദർബാറിലേക്ക് കൈകളുയർത്തിയിട്ട് അള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹുമ്മ അരിനി ഫീ മനാമി, പടച്ചോനെ എൻ്റെ സഹോദരനെ എനിക്കൊന്ന് ഉറക്കത്തിൽ മനാമിൽ സ്വപ്നത്തിലൊന്ന് കാണിച്ചു തരണേ. ഫസ്അലുഹു അൻ ഹാലിഹി, എന്താ മൂപ്പര അവസ്ഥ എന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. നമ്മളെ ഉപ്പമാരും ഉമ്മമാരൊക്കെ ഇന്ന് ഖബറിലുണ്ട് പലരുടെയും. അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ, അവരെ ഖബർ കണ്ണെത്താത്ത ദൂരത്തോളം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കും തരട്ടെ. ബഹുമാനപ്പെട്ടവർ അള്ളാഹിനോട് ദുആ ചെയ്തു, എൻ്റെ സഹോദരൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കാൻ എനിക്ക് മനാമിൽ എൻ്റെ സഹോദരനെ ഒന്ന് കാണിച്ചു തരണേ അല്ലാ എന്ന് ദുആ ചെയ്ത് വുളൂഓടുകൂടി ഉറങ്ങി. ഫനിംതു അലൽ വുളൂഇ, ബഹുമാനപ്പെട്ടവർ വുളൂ ചെയ്തിട്ട് അങ്ങനെ ദുആ ചെയ്ത് കിടന്നുറങ്ങിയപ്പോൾ ഫറഅയ്തു ഫീ മനാമി കഅന്നൽ ഖിയാമത ഖദ് ഖാമത്, ഖിയാമത്ത് നാളായതായിട്ടാണ് ബഹുമാനപ്പെട്ടവർ സ്വപ്നത്തിൽ കാണുന്നത്. ഖിയാമത്ത് നാൾ സംഭവിച്ചിട്ട് ആളുകൾ ഇങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. വഹശറന്നാസു ഫീ ഖുബൂരിഹിം, ഖബറുകളിൽ നിന്ന് ആളുകളെല്ലാവരും മറ ചെയ്യപ്പെട്ട ആളുകൾ ഖബർ തുറന്ന് പുറത്തേക്ക് വന്നിട്ട്, അള്ളാഹിൻ്റെ ഖുർആൻ പറഞ്ഞല്ലോ, ആളുകൾ ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് ഒഴുകുന്നത് കഅന്നഹും ജറാദും മുൻതശിർ, വെട്ടുകിളികൾ അഥവാ ഒരു പ്രത്യേകമായ പ്രാണികളാണ് ജറാദ്. അറബ് ലോകത്ത് പോയ ആളുകൾക്കറിയാം, അറബികൾക്കത് ഭക്ഷിക്കുന്നൊരു ശീലമുണ്ട്. ആ ജറാദ് മലൻ താഴ്വരകളിൽ നിന്ന് കൂട്ടം കൂട്ടമായിട്ടാണ് ഒഴുകി വരിക. അങ്ങനത്തെ രീതിയിൽ മഹ്ശറിലേക്ക് ആളുകൾ സഞ്ചരിക്കും. എവിടെ നിന്ന് എഴുന്നേറ്റ്, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് മഹ്ശറിലേക്ക് പോകുന്നത് കഅന്നഹും ജറാദും മുൻതശിർ. അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ആ രീതിയിൽ ആളുകൾ ഇങ്ങനെ മഹ്ശറിൽ നിന്ന് ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് പോകുമ്പോൾ അതാ സമയത്ത് എൻ്റെ സഹോദരൻ ഒരു വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. നല്ല തൂവെള്ള നിറത്തിലുള്ളൊരു കുതിരയുടെ പുറത്ത്, വലിയ സുന്ദരമായൊരു വാഹനമാണ്. അതിൻ്റെ മുന്നിലും പിന്നിലുമായിട്ടൊക്കെ ഒരുപാട് മൃഗങ്ങൾ വേറെയുമുണ്ട്. ആ വാഹനമായിട്ട് സങ്കല്പിക്കുന്നത് അതിനെയാണ്. ആ സമയത്ത് ആ സഹോദരനോട് അഹ്മദ് ബിൻ ഇസ്ഹാഖ് തങ്ങൾ സ്വപ്നത്തിലൂടെ ചോദിക്കുകയാണ്, യാ അഖീ മാ ഫഅലല്ലാഹു ബിക, സഹോദര അല്ലാഹ് നിങ്ങളെ കൊണ്ട് എന്താ ചെയ്തത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഗഫറലി, എൻ്റെ റബ്ബെനിക്ക് പാപമോചനം തന്നിട്ടുണ്ട്, എൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹ് പുറത്തിട്ടുണ്ട്. അഹ്മദ് ബിൻ ഇസ്ഹാഖ് എന്നവർ ചോദിച്ചു, ബിമ, എന്തേ അത് പുറത്തു തരാൻ നിങ്ങൾ ചെയ്തത്? ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ബിസബബി ദിർഹമിൻ തസദ്ദഖതു ബിഹി അലാ ഇംറഅത്തിൻ അജൂസ, ഒരു പാവപ്പെട്ട കിളവിയായ വാർദ്ധക്യം ചെന്നൊരു പെണ്ണ് ഒരിക്കൽ വളരെ പ്രയാസപ്പെട്ട സമയത്തൊരു സഹായം ചോദിച്ചപ്പോൾ ഒരൊറ്റ ദിർഹം ഞാൻ ആ സഹോദരിക്ക് കൊടുത്തിരുന്നു. ആ ഒരൊറ്റ ദിർഹം കാരണത്താൽ അള്ളാഹു എനിക്ക് എൻ്റെ പാപങ്ങൾ പുറത്തു തന്നിട്ടുണ്ട്. അള്ള പുറത്തു കൊടുക്കാൻ കാരണമായത് എന്തെയ്യുന്നു? അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു പാവപ്പെട്ട ഒരാൾ ചോദിച്ച സമയത്ത് കൊടുത്ത ഒരൊറ്റ ഉറുപ്പ്യ. അപ്പം ഇവിടെ പിരിവ് ചോദിക്കുമ്പോൾ ഒറ്റ ഉറുപ്പ്യ അറിഞ്ഞ് നടക്കണ്ട,
ഒറ്റ അധികരിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? തരണം. അപ്പോൾ അള്ളാൻ്റെ മാർഗത്തിൽ കൊടുത്തതാണ്. മാത്രമല്ല ഈ വാഹനപ്പുറത്താണല്ലോ പോകുന്നത്, ഒരുപാട് വാഹനങ്ങൾ കൂടെയുണ്ട്. വാഹനമെന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് മൃഗങ്ങളാണ്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഇസ്ഹാഖ് തങ്ങൾ ചോദിച്ചു, മാ ഹാദിഹിൻ നജായിബ്, ഏതാണ് ഈ മൃഗങ്ങളൊക്കെ? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, ലഹായായ ഫിദ്ദുനിയാ, ഞാൻ ദുനിയാവിൽ നിന്ന് ഉലഹിയത്തറുത്ത മൃഗങ്ങളാണ്.